ചില സഹകാരികളുടെ പണം ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ തുക തന്നെ മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇത്തരം ഇടപാടുകൾ നടന്ന പല അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളെ സംബന്ധിച്ചും ഒരു പാർട്ടി അന്വേഷണ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് വ്യക്തമായിട്ട് അക്കൗണ്ടുകൾ കണ്ടെത്തുവാൻ പാർട്ടിക്ക് പരിമിതിയുണ്ട്. അതൊന്നും വ്യക്തം അല്ല. അപ്പൊ താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുക്കുന്നതിലേക്ക് അതേ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള CP സ്കൂളിലെ അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിയത് പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്കും ഭരണ അധികാരി എന്നുള്ള നിലയ്ക്കും ഒരിക്കലും ചെയ്തുകൂടാത്ത ഗുരുതരമായിട്ടുള്ള അക്ഷന്തവ്യമായിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ള വിലയിരുത്തലാണ് കമ്മീഷൻ, ആ നിഗമനത്തിലാണ് കമ്മീഷൻ ചെന്നെത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, പരാതിക്കാരായിട്ട് വന്നിട്ടില്ലാത്ത ധാരാളം ജീവനക്കാർ പരാതിയുമായി കയറി ഇറങ്ങുകയാണ്. അപ്പൊ ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന AIYF ജില്ലാ സെക്രട്ടറി സഖാവ് TS നിതീഷ് സഖാവ് JC അനിലിന് വേണ്ടി എടുത്ത ഒരു ലോൺ സമയത്ത് അടയ്ക്കാത്തത് മൂലം ജാമ്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ബാധ്യതപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ധാരാളം പേര് സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന പ്രമുഖനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയ്ക്ക് ചെയ്തുകൂടാത്ത പല കാര്യങ്ങളും ആ സഖാവ് ചെയ്യുകയുണ്ടായി. അത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കണ്ടെത്തലായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത്. മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് CPI. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കവും നേതാക്കളായിരുന്നാലും പാർട്ടി പ്രവർത്തകരായിരുന്നാലും പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് ശക്തമായിട്ട് നിഷ്കർഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, പാർട്ടിയുടെ നല്ല ഒരു പ്രവർത്തകനായിരുന്നു സഖാവ് JC അനിൽ. ഒരു നേതാവിന് പറ്റിക്കൂടാത്ത തരത്തിലുള്ള പാളിച്ച, വീഴ്ച, അച്ചടക്ക ലംഘനം, സാമ്പത്തികം ആയിട്ടുള്ള അരാജകത്വം ആ സഖാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി കാണുന്നു. അതുമാത്രമല്ല, പാർട്ടി പരിശോധിച്ച മറ്റൊരു കാര്യം, ഇവിടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്നുള്ള പേരിലുള്ള ഒരു സ്ഥാപനം, അതിന് മറ്റ് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല. ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 പാർട്ടി മണ്ഡലങ്ങൾ ഉള്ളതാണ്. ചടയമംഗലം പാർട്ടി മണ്ഡലവും കടക്കൽ പാർട്ടി മണ്ഡലവും. അതിൽ കടക്കൽ അനിലായിരുന്നു സെക്രട്ടറി. എന്നാൽ ചടയമംഗലം പാർട്ടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് അവിടെ ഈ കാര്യം അവരറിയുകയോ ചർച്ച ചെയ്യുകയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും അവര് എടുക്കുകയോ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, DC അംഗമായിട്ടുള്ള JC അനിൽ ചെയർമാനായി ഒരു കമ്പനി രൂപീകരിച്ചപ്പോൾ
അദ്ദേഹം അത് DC-യെ അറിയിച്ച്, പാർട്ടി ജില്ലാ കമ്മിറ്റിയെ അറിയിച്ച് അതിന്റെ അനുമതി വാങ്ങണമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം, നല്ല ഒരു സ്ഥാപനമാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അഷ്ടമുടി ഹോസ്പിറ്റൽ. GS ജയലാൽ MLA ആണ് അതിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ. ആ ഹോസ്പിറ്റല് സഖാവ് ജയലാല് ചുമതലക്കാരനായിട്ട് വരുന്ന അവസരത്തിൽ ആ ചുമതല ഏൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് രേഖാമൂലം ചോദിച്ചിരുന്നു. എന്നാൽ പാർട്ടി അനുമതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ സഖാവ് ആ ചുമതല ഏറ്റെടുത്തു എന്ന് കണ്ടുകൊണ്ട് സഖാവ് GS ജയലാല് MLA, ചാത്തന്നൂരിലെ MLA, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം, ആ സഖാവിനെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് തരം താഴ്ത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ അറിവോ അനുമതിയോ കൂടാതെ ഒരു DC അംഗം ചെയർമാൻ സ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഉള്ള ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നു. അതൊരു വലിയ വീഴ്ചയായിട്ടാണ് പാർട്ടി കാണുന്നത്. ഇത് മാത്രമല്ല, വ്യക്തികൾ നൽകിയ ഒട്ടനവധി പരാതികൾ, ഓറഞ്ച് പ്രിന്റേഴ്സ്, ഇതൊക്കെ പറയാൻ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയത് കൊണ്ടാണ് പത്രസമ്മേളനത്തിലൂടെ ഇത് പറയേണ്ടി വരുന്നത്. ഓറഞ്ച് പ്രിന്റേഴ്സ് എന്നുള്ള സ്ഥാപനം 92,000 രൂപ, 21,500 രൂപ 2 പ്രിന്റിംഗ് വർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DC-ക്ക് വേണ്ടിയിട്ട് നടത്തി. DC സമയത്ത് തന്നെ ഈ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഓറഞ്ച് പ്രിന്റേഴ്സ് പരാതിക്കാരനായിട്ട് ഈ അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ വരികയുണ്ടായി. അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. ബന്ധപ്പെട്ട അവസരത്തിൽ അതിന് വേണ്ടുന്ന അറേഞ്ച്മെന്റ് ചെയ്യാം എന്നുള്ള മറുപടിയാണ് കിട്ടിയതെന്നാണ് കമ്മീഷൻ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പോൾ ഒരു സ്ഥാപനം പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രിന്റിംഗ് വർക്കിന് പാർട്ടി കൊടുത്ത പൈസ സമയത്ത് അടച്ചില്ല എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനം വഹിക്കുന്ന സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ആശാസ്യമല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുകയാണ്. പിന്നെ പ്രധാനമായിട്ട് സന്മാർഗദായിനി വായനശാലയുമായി ബന്ധപ്പെട്ട ഒരു സ്വാശ്രയ സംഘത്തിന്റെ പ്രവർത്തനം, അതിനെ സംബന്ധിച്ച് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിൽ പരാതിക്കാർ പരാതിയുമായിട്ട് വന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ സ്വാശ്രയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട പരാതിക്കാർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പരാതി കൊടുക്കുകയും ആ പരാതി DC അന്വേഷണ കമ്മീഷന് കൈമാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സ്വാശ്രയ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അംഗങ്ങളല്ലാത്ത ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള അധികാരമില്ലാത്ത സ്വാശ്രയ സംഘം ആണ്. എന്നാൽ അംഗങ്ങളല്ലാത്തവരിൽ നിന്ന് ആ സംഘം ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുള്ളതായിട്ട് അതിന്റെ പ്രാരംഭം മുതൽ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് JC അനിൽ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്.
സ്വർണ്ണപ്പണയ ഇടപാട് അംഗങ്ങളല്ലാത്തവരുമായിട്ട് ഇതേ സ്ഥാപനം നടത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് പണയം നടത്തുവാൻ മാത്രമേ നിയമപരമായിട്ടുള്ള അനുവാദം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഡെപ്പോസിറ്റ് FD അവിടെ സ്വീകരിക്കുന്നു, ചിട്ടി നടത്തുന്നു, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നു. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അതിന്റെ ഭാഗമായിട്ട് പല പല പരാതികളും, ഒരു പരാതി എടുത്തു പറയേണ്ടതുണ്ട് എന്ന് കരുതുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടുക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് മധു, ആ മധുവിന്റെ സഹോദരി ഷീല ഈ സ്വാശ്രയ സംഘത്തിലെ ജീവനക്കാരിയായിരുന്നു. അവരുടെ കുടുംബം 38 ലക്ഷത്തിൽ പരം രൂപ പല പ്രാവശ്യമായിട്ട് ഈ സ്വാശ്രയ സംഘത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തു. കുടുംബപരമായിട്ട് ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് വർദ്ധിച്ച രീതിയിലുള്ള പലിശ ഓഫർ ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ തങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ്. ആ കുടുംബം പറഞ്ഞ പരാതി എന്താണെന്ന് വെച്ചാല്, ഷീല ക്യാൻസർ ബാധിതയായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന അവസരത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പോലും തങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ഈ 38 ലക്ഷം രൂപയിൽ നിന്ന് ആ 38 ലക്ഷം രൂപയുടെ പലിശ കൊണ്ട് അടച്ച അവര് മുതലിച്ച ചിട്ടിയിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ നിന്ന് ഒരു നയാ പൈസ ചികിത്സ ആവശ്യത്തിന് വേണ്ടി ആ കുടുംബത്തിന് എടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏവരെയും കണ്ണീരണിയിക്കുന്ന കാര്യമാണ്. അവരിപ്പോഴും പ്രതിസന്ധിയിലാണ്. ഒരു മേസൺ ആയിട്ടുള്ള ആളാണ് ആ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റ്. അപ്പൊ ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് എത്രയെങ്കിലും പരാതികൾ സ്വാശ്രയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ഈ അവസരത്തിൽ ഞങ്ങൾ തിരിയുന്നില്ല. കാരണം സമയം അധികരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് ഒന്നേ പറയാനുള്ളൂ. ഇന്നും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്വാശ്രയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ജീവനക്കാരിയുടെ 7 ലക്ഷത്തിൽ പരം രൂപ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് പോലും തിരിച്ചടയ്ക്കാത്തതിന്റെ സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ കടക്കൽ സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 4-5 പരാതികളെങ്കിലും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഇതേമാതിരി പരാതിയുണ്ട്. CPM-ന്റെ പ്രവർത്തകനായിട്ടുള്ള പ്രാദേശിക നേതാവായിട്ടുള്ള ഷാജഹാൻ ബാങ്കിൽ ചെന്ന അവസരത്തില് അയാളുടെ വസ്തു ഈട് വെച്ച 7.25 ലക്ഷം രൂപ, അത് പലിശ എല്ലാം കൂടെ ചേർന്നിട്ടാണ് 4 ലക്ഷം രൂപയാണ് ആക്ച്വൽ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അത് അവര് തമ്മിൽ സൗഹൃദവും കാര്യമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൊടുത്തത്. പക്ഷെ അവസാനം അയാൾക്ക് ഗതിമുട്ടി വീട് ജപ്തിയായ അവസരത്തിൽ, ചോദിച്ച അവസരത്തിൽ കൈമലർത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും സഖാവ് ബിനോയ് വിശ്വത്തിന് നേരിട്ട് പരാതി കൊടുക്കുകയും ആ പരാതി DC നേതൃത്വത്തിന് കൈമാറുകയും അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനടക്കം ആ കാര്യത്തിൽ ഇടപെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DC നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു കട്ട് ഓഫ് ഡേറ്റ് സഖാവ് അനിലിനോട് അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി പറയുകയും 12/2/2025
ആ എമൗണ്ട് തുടന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ അടച്ച് രസീതിന്റെ കോപ്പി അടക്കം കൈമാറിയിട്ടും ഉള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം ഉണ്ടായ സാഹചര്യത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സംഘടനാ നടപടികളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകേണ്ടി വന്നു. ഈ പറയുന്ന കാശൊക്കെ ആളുകൾ എടുത്ത് സഖാവ് JC അനിലിന്റെ കയ്യിൽ കൊടുക്കുന്നത് വിശ്വാസത്തിന്റെ പുറത്തല്ലേ? ആ വിശ്വാസ്യത ആ സഖാവ് നേടിയെടുത്തത് ഈ പാർട്ടിയുടെ മേൽവിലാസത്തിലല്ലേ? ഒരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവും സാംസ്കാരിക പ്രവർത്തകനും സഹകാരിയുമായിട്ടുള്ള അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കെയർ ഓഫ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അരുത് എന്ന് പാർട്ടി പറയുന്ന അവസരത്തിൽ, വിലക്കുന്ന അവസരത്തിൽ തിരുത്തൽ നടപടിക്ക് വിധേയനായിട്ട് പാർട്ടിയോടൊപ്പം നിൽക്കുന്നതിന് തയ്യാറാകാതെ പാർട്ടിയെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ വിളിക്കുവാൻ ബാധ്യസ്ഥരായത്. ദീർഘകാലം എന്ന നിലയിൽ സഖാവ് JC അനിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ അബദ്ധത്തിൽ സംഭവിച്ചതോ മാപ്പാക്കാവുന്ന സ്വഭാവത്തിലുള്ളതോ അല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുകയാണ്. സഖാവിന്റെ പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതവും ബോധപൂർവവും ആയിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുകയാണ്. തിരുത്തലിന് തയ്യാറാകാനും ആ സഖാവ് വിസമ്മതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്ത് പരാമർശിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുശാസിക്കുന്ന കടുത്ത അച്ചടക്ക നടപടിയായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, ആ അച്ചടക്ക നടപടി മാത്രമേ ഈ സാഹചര്യത്തിൽ അനിലിനെതിരായിട്ട് സ്വീകരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കൂ. ആ നടപടി സ്വീകരിച്ചുകൊണ്ട് പൂർവാധികം കരുത്തോടുകൂടി കടയ്ക്കൽ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു വ്യക്തിയോടും വ്യക്തിയുടെ തിന്മകളോടും സഹകരിക്കുന്നവരല്ല CPIയുടെ അംഗങ്ങൾ. അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അവരെ ചാവേറുകളായി ഉപയോഗിച്ചുകൊണ്ട്, സഖാക്കളെ കൊണ്ട് മനുഷ്യ മറ സൃഷ്ടിച്ചുകൊണ്ട് അധിക നാൾ മുന്നോട്ട് പോകുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. നേരത്തെ ഇവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കണക്കുകളും മെമ്പർമാരും ഘടകങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേവലം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന അവസരത്തിൽ ആരും മന്ത്രിയാവേണ്ട കാര്യമില്ല, രാജാവ് തന്നെ ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല. JC അനിലും അങ്ങനെ സങ്കല്പത്തിന്റെ ലോകത്തിൽ ആണ് എന്നാണ് തോന്നുന്നത്. അയാൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വരും നാളുകളിൽ തിരുത്തും എന്നുള്ള പ്രത്യാശയാണ് ഉള്ളത്. ഈ പറഞ്ഞ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം നടത്തുന്ന ഒരു സഖാവ്, അത് ഏതൊരു സഖാവായിരുന്നാലും ശരി തന്നെ, ആ സഖാവിനെ തിരുത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെനിനിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് ഈ നടപടി മാത്രമാണ് ആശാസ്യം എന്ന് പാർട്ടിയുടെ നേതൃത്വവും കടയ്ക്കൽ ഘടകവും കരുതുകയാണ്. ഇത് റിലീസ്
ഈ പുറത്താക്കിയ എന്ന് പറയുന്നത് ഈ പൈസ അടച്ചിട്ടുണ്ട് 7,18,000 രൂപ അടച്ചിട്ടുണ്ടോ? 7 മാസം കഴിഞ്ഞു. 7 മാസം കഴിഞ്ഞു. അപ്പം അത് അധികരിച്ച പൈസ 18,000 രൂപ അധികരിച്ച പൈസ കൂടെ അല്ലേ? അധികരിച്ച പൈസ സഖാക്കൾ കൊടുത്തതാണ്. ഞാനാണ് അത് ഏറ്റുവാങ്ങിയത്. ഏറ്റുവാങ്ങിയ അവസരത്തിൽ ഞാൻ പ്രശംസിച്ചതാണ് ഇവിടുത്തെ സഖാക്കളെ. അല്ല, അതിന് തെറ്റല്ലോ. പൈസ എന്തായാലും അടച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, അടച്ചു കഴിഞ്ഞു. സഖാവ് ആ പൈസ പൂർത്തീകരിച്ച് 7,18,000 രൂപ പാർട്ടി ഫണ്ടിലേക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. അത് തെറ്റായ ചോദ്യമാണ്. 7 ലക്ഷത്തി ML സ്മാരക ഫണ്ടുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പൊതുജനങ്ങൾ അവർ എത്ര രൂപ തരുന്നോ അത്രയും രൂപ ML സ്മാരക ഫണ്ടിലേക്ക് അടയ്ക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. 7,18,000 രൂപ കടയ്ക്കൽ മണ്ഡലത്തിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടി. 1 കോടിയിൽ പരം രൂപ കൊല്ലം ജില്ലയിൽ നിന്ന് കിട്ടി. ആ പൈസ പരിപൂർണമായും സ്റ്റേറ്റ് കൗൺസിലിലേക്ക് കൈമാറുകയാണ്. അല്ലാതെ അതിന് പിഴയും അതിന് മുതലും അതിന്റെ പലിശയുമല്ല. 7,18,000 രൂപയും ഈ കടയ്ക്കലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും സഖാക്കളും പൊതുജനങ്ങളും നൽകി പൈസ. ഇല്ല, അല്ല, തെറ്റിദ്ധാരണ അതിന് വേണ്ട. അതായത് സഖാക്കൾ തരുന്ന ഈ ML സ്മാരക ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ പാർട്ടി ഫണ്ട് പിരിക്കുന്നു. ആ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് DCയിൽ അടയ്ക്കേണ്ട തുകയുടെ കോട്ടയുണ്ട്, മണ്ഡലം കമ്മിറ്റിയുടെ കോട്ടയുണ്ട്, ബ്രാഞ്ചിന്റെ കോട്ടയുണ്ട്, ലോക്കൽ കമ്മിറ്റിയുടെ കോട്ടയുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ML സ്മാരക ഫണ്ട് എന്ന് പറയുന്ന പ്രത്യേകമായ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി ഘടകത്തിനും 1 രൂപ പോലും, ഒരു വ്യക്തിക്കും 1 രൂപ പോലും ഈ പർപ്പസിന് വേണ്ടി പിരിച്ച പൈസയിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 7,18,000 രൂപ കടയ്ക്കൽ നിന്ന് ലഭിച്ചത്. ആ കടയ്ക്കൽ നിന്ന് ലഭിച്ച പണത്തിന്റെ ചെക്കാണ് ഏറ്റുവാങ്ങിയ സമയത്ത് സഖാവ് കാരൻ രാജേന്ദ്രൻ മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൊല്ലത്ത് ജയിൽ ഹാളിൽ വെച്ച് കൊല്ലം ജില്ലയിലെ പാർട്ടി പ്രവർത്തകരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ ഏറ്റുവാങ്ങിയ 7,18,000 രൂപയാണ് സ്വാഭാവികമായും ഡിസോണറായി ആ പൈസ കാർഡി പിന്നെ പണമില്ല, അക്കൗണ്ടിൽ പണമില്ല എന്നുള്ളത് മടങ്ങി. ആ പൈസയാണ് പിന്നീട് അടച്ചത്. അധികരിച്ച പൈസ അടച്ചത് അടച്ചത് 10,000 രൂപ. ആ കോട്ട പൂർത്തീകരിച്ചു. തിരിച്ച പൈസ പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു. പിന്നെ ആ ഒരു നടപടി വേണോ? തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യത്തിന്റെ കാര്യമില്ല. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ML സ്മാരക ഫണ്ടുമായി ബന്ധപ്പെട്ട് എത്ര രൂപ പാർട്ടി സഖാക്കളിൽ പൊതുജനങ്ങളിൽ കളക്ട് ചെയ്യുന്നോ അത്രയും തുക പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലേക്ക് അടയ്ക്കണം, സ്റ്റേറ്റ് കൗൺസിലിലേക്ക് അടയ്ക്കണം. കൊല്ലം ജില്ലയിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ അടച്ചു, സംസ്ഥാനം അടച്ചു. ഇത് മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത് മണ്ഡലം കമ്മിറ്റിയിലെ ആളുകൾ മാത്രമാണ്. അത് ലോക്കൽ കമ്മിറ്റിയുണ്ട്, ബ്രാഞ്ചിലെ സേവനമുണ്ട്, എങ്ങനെയാണ് നാട്ടിലെ ആളുകളുണ്ട്. അപ്പൊ ആ പൈസയാണ് നിറഞ്ഞടച്ചത്. 2023 മെയ്യിലാണല്ലോ ഈ ഫണ്ട് സ്വരൂപണം നടത്തി. 22 2022 മെയ്യിൽ. ഈ മെയ് മാസമാണോ ഈ ഫണ്ട് കൈമാറിയത്? അത് ഒറ്റ ഗഡുവായിട്ടാണോ ഫണ്ട് സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി? ഈ കിട്ടിയ പൈസ പറഞ്ഞല്ലോ, ഇവിടെ സഖാവ് ആർ ലതാദേവിയാണ് ഈ പൈസ ഏറ്റുവാങ്ങിയ പൈസ ഒരു ഡേറ്റിൽ കൊല്ലത്ത് വെച്ച് ജയസ്മാര ഹാളിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഏറ്റുവാങ്ങിയപ്പോൾ 7,18,000 രൂപയുടെ ചെക്ക് അവിടെ കൊടുത്തു. കടയ്ക്കൽ മണ്ഡലത്തിൽ നിന്ന് പരിപൂർണമായും പൈസ അടച്ചു എന്നുള്ളതാണ് DCയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാരണം ചെക്ക് 7,18,000 അവിടെ കിട്ടി. പിന്നീട് കളക്ഷൻ അയച്ചപ്പോഴാണ് ഡിസോൺ ചെയ്യുന്ന ആ സ്വാഭാവികമായും മെമ്മോ സഹിതം പാർട്ടി ഓഫീസിലേക്ക് കിട്ടിയാണ് അക്കൗണ്ടിൽ പണമില്ല എന്നുള്ളതിന്റെ പേരിൽ ഈ ചെക്ക് ഡിസോണർ ചെയ്യുന്നു എന്നുള്ളതാണ് കിട്ടുന്നത്. അതിനുശേഷം ആ സഖാവിനോട് ഒരു പാർട്ടി സഖാവ് ഏതെങ്കിലും തരത്തിൽ ഒരബദ്ധം ചിലപ്പോൾ സംഭവിക്കാം. ആ അബദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആ സഖാവിനോട് നേരിട്ട് പലതവണയായി ആ സഖാവിനോട് ഈ പൈസ അടയ്ക്കണം എന്ന് പറയുന്ന സാഹചര്യം. അതാണ് 7 മാസം കാലാവധി പറയുന്നത്. ആ സന്ദർഭത്തിൽ ഏറ്റവും അവസാനം ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കോ അതിന്റെ ഘടകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോ പൊതുജനങ്ങളിൽ സ്വീകരിക്കുന്ന പണം, ആ പണം സ്വാഭാവികമായും മുകളിലേക്ക് കൊടുക്കാനുള്ള പൈസയാണ്.
ആ പണം ഇല്ലാതെ വരുമ്പോൾ പാർട്ടി ഘടകത്തെ അറിയിക്കേണ്ടി വരും. അങ്ങനെയാണ് പാർട്ടി ഘടകത്തെ ഈ ഗുരുതരമായ വിഷയം യഥാർത്ഥം അറിയിക്കുന്നത്. ആ പാർട്ടി ഘടകമാണ്, ആ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവും പാർട്ടി ജില്ലാ കൗൺസിലുമാണ് സഖാവ് JC അനിൽ നടത്തിയ ഗുരുതരമായ ഈ പറയുന്ന കൃത്യവിലോപത്തിന് ഒരു സംഘടനാ നടപടി എന്നുള്ളത് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചു. ഘടകത്തിൽ നിന്ന് ഒഴിവാക്കില്ല. പാർട്ടി ജില്ലാ കൗൺസിൽ മെമ്പറാണ്. കഴിഞ്ഞ ജില്ലാ സമ്മേളനം വരെയും സഖാവ് JC അനിൽ ജില്ലാ കൗൺസിൽ മെമ്പറാണ്. അപ്പോ ഒരു തെറ്റ് ആ സഖാവിന് സംഭവിച്ചു എന്ന് ആ സഖാവ് തന്നെ പാർട്ടി DC എഴുതി കൊടുത്ത കത്തുണ്ട്. കാര്യം അതിനകത്ത് അദ്ദേഹത്തിന് തെറ്റ് പറ്റി. അത് തെറ്റ് പറ്റിയത് മാത്രമേ ഉള്ളൂ. വാക്ക് കൃത്യവിലോപം താമസിച്ചു, പൈസ അടച്ചു, അതിനാണ് നടപടി എടുത്തത്. പൈസ ഇത്രയും സംശയം ആരോപണം വന്നിട്ടുണ്ടല്ലോ, ആരോപണം വന്നിട്ടുണ്ട് പൈസ ഇദ്ദേഹം അടച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അതിനൊരു വ്യക്തത വരുത്തുക. ഒരു ആരോപണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് പിരിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൽ കൃത്യമായി അടയ്ക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമാണ്. എന്ന് മാത്രമല്ല, ഈ പൈസ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെക്ക് കൊടുത്തത്. ഇവിടുന്ന് ആളുകൾ കളക്ട് ചെയ്ത പൈസയാണ്. ആ പൈസ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഏറ്റുവാങ്ങിയത് സഖാ കാനൻ രാജൻ. അത് കളക്ഷന് വേണ്ടി പോകുമ്പോഴാണ് ആ പൈസ ഇല്ല എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ യഥാർത്ഥി ആ പൈസ ഒരു അത്യാവശ്യം വന്നു, ആ പണം യഥാർത്ഥി അക്കൗണ്ടിലേക്ക് കൊടുത്തു. പക്ഷെ അതിൽ നിന്ന് 2 ലക്ഷം രൂപ പിൻവലിക്കേണ്ടി വന്നത് അത്യാവശ്യം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ആ സഖാവിനെ വ്യക്തിപരമായി അറിയിച്ച് ഈ പണം അടയ്ക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അടയ്ക്കാതെ വന്ന സാഹചര്യത്തിലാണ് പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് സംഘടനാപരമായ നിലപാട് സ്വീകരിക്കുന്നത്. അതിനുശേഷം മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അന്വേഷണ കമ്മീഷൻ ഇവിടെ പറഞ്ഞല്ലോ. പാർട്ടിയുടെ സംസ്ഥാന സീനിയറായിട്ടുള്ള സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്, മുൻ മന്ത്രിയാണ് അദ്ദേഹം. ചെയർമാനായിട്ടുള്ള ഈ വസ്തുതകൾ പറഞ്ഞ് എല്ലാ വസ്തുതകളും എടുക്കാൻ പറ്റത്തില്ല. ഒരു സഹകരണ സ്ഥാപനത്തിലെ അക്കൗണ്ട് താഴ്ന്നു വരുമ്പോൾ അതിലെ എല്ലാ വസ്തുതകളും വരുമ്പോൾ സഹാരികൾ നൽകിയിട്ടുള്ള സഹാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെക്ക് സ്വാഭാവിക ട്രാൻസാക്ഷനാണ്. ആ ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തെളിവുകൾ എടുക്കുക എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു കമ്മീഷന് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ അക്കൗണ്ടുകൾ ഒന്നും അതിന്റെ അങ്ങേയറ്റം പരിശോധന നടത്തിയിട്ടില്ല. പക്ഷേ പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിന്റെ പ്രസിഡന്റ്, ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള തരത്തിൽ സ്വാഭാവികമായും സ്വന്തം അക്കൗണ്ടിലൂടെ ഇത്രയധികം ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൽ വന്ന അപാകതകളെ സംബന്ധിച്ച് മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അല്ലല്ല, ആ ബാങ്കുമായി അതുകൊണ്ടാണ് സർവീന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഗാന്ധി പറഞ്ഞത്. ആ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി അന്വേഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിനെ സംബന്ധിച്ച് മാത്രമാണ് അന്വേഷണം നടത്തിയത്. അപ്പൊ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടില്ല. അങ്ങനെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരാതിയോ നടത്തിയില്ല. ബാങ്കിന്റെ വരുമാനം അനുസരിച്ച് ലിസ്റ്റ് വന്നല്ലോ. അപ്പൊ അതിനകത്ത് ഒരു സെന്റൻസ് പോലും ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചും പ്രശ്നമുണ്ട് എന്നോ അതിനകത്ത് നഷ്ടമുണ്ട് എന്നോ കാണിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് അങ്ങനെ നടന്നിട്ടില്ല എന്നതിന്റെ അർത്ഥം ബാങ്കിന്റെ സംബന്ധിച്ച് ഇന്ന പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ അക്കൗണ്ട് സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായി എന്ന് കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകരുത്. കാരണം അങ്ങനെയൊന്നും ബാങ്കിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ അയാളുടെ അക്കൗണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അത് സാധാരണ ആരും പരിശോധിക്കാറില്ല. ആഡിറ്റുകാർ ആരുടെയും അവിടെയുള്ള 35,000 പിന്നെ 35,000 അക്കൗണ്ട് ഒന്നും എടുത്ത ആരും ഒരു ആഡിറ്റിനും പരിശോധിക്കാറില്ല. സാധാരണ അതിന്റെ ഡെയിലി ഉള്ള കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഡിറ്റ് പരിശോധിക്കുന്നത്. പക്ഷെ അടച്ച് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. ഏതാണ് ഈ അങ്ങോട്ട് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ആ പൈസകളെല്ലാം ക്രമീകരിച്ച് അതല്ല വിഷയം. ഒരാളുടെ ഭാഗത്ത് അങ്ങനെ അക്കൗണ്ട് അങ്ങനെ വരാൻ പാടില്ല. അത്രയും എമൗണ്ട് വലിയ എമൗണ്ട് വരാൻ പാടില്ല. ഒരാളുടെ അക്കൗണ്ടിലേക്ക് ക്രമരഹിതമായോ അല്ലാതെയോ ഇത്രയും എമൗണ്ട് ഒരാളുടെ പ്രത്യേകിച്ച് ഭരണ
ഒരു പ്രസിഡന്റ് അക്കൗണ്ട് അങ്ങനെ വരാൻ പാടില്ല. കേരളത്തിലെ ഒരു പ്രസിഡന്റിന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ അങ്ങനെ വരില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അക്കൗണ്ടിൽ പൈസ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു സോഴ്സ് എന്ത് രേഖ? അക്കൗണ്ട് പരിശോധിച്ച് അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ സഖാവിന്റെ അക്കൗണ്ടിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്, എക്കണോമിക് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അറൌണ്ട് 6 crores ആണ്. 6 കോടിയോളം രൂപ അങ്ങനെ ട്രാൻസാക്ട് ചെയ്യാനായിട്ടുള്ള വരുമാന സ്രോതസ്സുള്ള ഒരാളല്ല പൊതുപ്രവർത്തകനും ബാങ്കിന്റെ പ്രസിഡന്റുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സഖാവ് JC അനിൽ എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. 2015 തൊട്ട് 23 വരെയുള്ള കാലഘട്ടമാണ്. ഈ സ്വാശ്രയ സംഘത്തിന് ഈ ഇത് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ്, പാർട്ടി അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. നല്ല നല്ല പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പ്രൊഡ്യൂസർ കമ്പനി. പക്ഷേ ചിതറയിൽ പ്രവർത്തിക്കുന്ന CPIയുടെ ഇതിന് അനുമതിയുണ്ട്. ചിതറയിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബോർഡുണ്ട്. അല്ല, അങ്ങനെ സ്ഥാപനമില്ല. സ്ഥാപനമുണ്ട്, ഞാനതിന്റെ ആരുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സൽമാൻ ഖദാനിയുടെ ഭാരവാഹിയല്ലല്ലോ JC അനില്ലേ? അതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് അല്ല, അല്ല ഭാരവാഹി സ്വാശ്രയ സംഘത്തിന്റെ ഭാരവാഹി അല്ല, അതേ ഒരു മെമ്പർ മാത്രമാണ്. വന്നപ്പോഴേ മാധ്യമ പ്രവർത്തനായിട്ടല്ല തന്നെ 100% ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളില്ല. സൽമാൻ ഖദാനിയുടെ ഭാരവാഹിയാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. അതിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ കൂടിയാണ് സഖാവ് JC അനിൽ എന്ന് മാത്രമല്ല, ഈ വന്നിട്ടുള്ള പരാതിയിൽ പരാതിക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് സഖാവ് JC അനിൽ ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ പണം ഡെപ്പോസിറ്റ് ചെയ്തത് എന്നാണ്. എന്ന് മാത്രമല്ല, സഖാവ് JC അനിലിനെ പാർട്ടി വിളിച്ച് സംസാരിച്ച അവസരത്തില് ആ സ്വാശ്രയ സംഘത്തിൽ പണം കിട്ടാത്ത ആളുകൾക്ക് പണം കിട്ടുന്നതിന് വേണ്ടി ആ സഖാവ് ഇടപെട്ടിട്ടുള്ളതായിട്ടും ഇനിയും ഇടപെടാമെന്നും ഇടപെട്ടാൽ കാര്യം നടക്കുമെന്നും സഖാവ് JC അനിൽ തന്നെ സമ്മതിച്ചിട്ടുള്ളപ്പോൾ സനുവിന് ഇത്രയും സംശയം വേണോ? സ്വാഭാവികമായും മറ്റൊരു സംശയം നിൽക്കുന്നത്, ഇത്രയും തിരിമറി നടത്തിയ ഒരാളുടെ പേരിൽ ഈ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ FIR ഇട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞ കടക്കൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഷെരീഫ ബീവിയുടെ പരാതിയില് ഈ സംഘത്തിന്റെ ഭാരവാഹികൾ ആയിട്ടുള്ള 2 പേര് ഒപ്പിട്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, ഗഡുക്കളായിട്ട് അവർക്ക് പൈസ കൊടുക്കാം എന്ന് എഗ്രി ചെയ്ത ഡോക്യുമെന്റ്, അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. വേറെ പോലീസ് ഇടുന്ന അത് എത്രയോ കേസ് ഇരയായവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനും അവര് ഇരയാക്കിയ ആളുകൾക്ക് പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ഉണ്ടാകില്ല എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കബളിപ്പിക്കപ്പെട്ട ആളുകളോടൊപ്പമാണ് എന്നും കൂടെ പറയാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് അവിടുത്തെ അധികാര സംവിധാനങ്ങൾ, അതിനല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് അല്ലേ, നിങ്ങൾ ജനാധിപത്യത്തെ സ്ട്രെങ്തൻ ചെയ്യേ, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നിർവഹിക്ക്. ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങളടുത്ത് ഷെയർ ചെയ്തിരിക്കുകയാണ്. അവരാരും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവര് രാജിവെച്ചാരൊന്നും എനിക്കറിഞ്ഞൂടാ, ഞാനാണ് ഇവിടുത്തെ അവര് നിലവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോയതായിരിക്കും.
അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത മാത്രം എടുത്താൽ മതി. അത് പാർട്ടി ആലോചിച്ചോളാം. നിങ്ങൾ അതിലെത്ര മനുഷ്യന് ഏത് പാർട്ടിയിലും എന്ത് ചിന്തിക്കാനും എന്ത് പറയാനുള്ള അവകാശമുണ്ട്. അത് നമ്മളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെയും കൊങ്ങയ്ക്ക് പിടിക്കുന്നതല്ല. അവര് ഏതെങ്കിലും ഒരു പാർട്ടി പോകണമെന്നോ അല്ലെങ്കിൽ രാജിവെക്കണമെന്നൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ മണ്ഡലം ഭാരവാഹികൾ ആരെങ്കിലും പാർട്ടി രാജിവെച്ചാൽ ജില്ലയിലെ 2 വിഭാഗീയ മണ്ഡലം ഭാരവാഹികൾ ആരെങ്കിലും രാജിവെച്ചാൽ അങ്ങനെ ഒരു കത്തും കാര്യമൊന്നും പത്ത് മണ്ഡലം കമ്മിറ്റികൾ രാജിവെച്ചു. അവരെന്ന് പറയുന്നത് 10 മണ്ഡലം കമ്മിറ്റികൾ രാജിവെച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടന്ന വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് JC എന്നതിനെതിരെയുള്ള ഈ ആരോപണം കാരണമെന്ന് JC കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഗോപ, JC എന്നിലൂടെ പാവപ്പെട്ട ആളുകൾ വെയിലും കൊണ്ട് നടന്ന് പിരിച്ച 7,12,000 രൂപ അടയ്ക്കേണ്ടെന്ന് ഈ സാം പറഞ്ഞ ഈ സ്വാശ്രയ സംഘത്തില് പിന്നെ ആളുകളെ ഇന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് അവർക്ക് കൊടുക്കരുതെന്ന് ഈ സാമായിരുന്ന പറഞ്ഞേ. ഈ സഹകരണ സ്ഥാപനങ്ങളിലുള്ള ആളുകളെ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ലോൺ എടുത്തിട്ട് കുടിശ്ശികയാക്കിയിട്ട് അവരെ വഴിയാധാരമാക്കണമെന്ന് അപ്പൊ ഈ സാം പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുവന്നോ ഇതൊക്കെ? അല്ല, എനിക്കറിയാൻ വയ്യാൻ ഞാൻ ചോദിക്കുക. സാം പറഞ്ഞ് ഇത് ചെയ്യുന്നു, സാം തന്നെ നടപടി. ഈ സാമാണ് ഇതിനെല്ലാം കുഴപ്പക്കാരൻ എന്ന് പറയുന്നു. എന്നിട്ട് സാം പറയുന്നതേ ചെയ്യുന്നു. ഇത്ര വാശി എന്താ? അല്ല, ഞാൻ ചോദിക്കാം. ഈ പാർട്ടിയിലെ ഭൂരിഭാഗം ആളുകളിൽ നിന്ന് പങ്കെടുത്തു. അന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തു. എവിടെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ആളുകൾ CPIയില് ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് CPI എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തില് 1000കണക്കിന് അംഗങ്ങളും അതേമാതിരി 100 കണക്കിന് ഘടകങ്ങളുമുള്ള ചിട്ടയായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മാതൃകാപരമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ JC അനിലിനെ മാതിരിയുള്ള അതിന്റെ പ്രധാനപ്പെട്ട ഒരു സഖാവിനെതിരായിട്ട് ഈ സാമ്പത്തിക ക്രമക്കേടുണ്ടായ അവസരത്തിൽ നടപടിയെടുക്കാൻ CPI അല്ലാതെ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആലോചിക്കാൻ ധൈര്യപ്പെടും? കഴിഞ്ഞ ദിവസം നിങ്ങൾ യോജിക്കുന്നുണ്ടോ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതിന്? സഹകാരികളുടെ സാലറി സർട്ടിഫിക്കറ്റ് എടുത്ത് പ്രസിഡന്റായിരിക്കുന്ന സ്ഥാപനത്തില് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആരോപണം എന്ന് പറയണ്ട, പറ. കം ടു ദി പോയിന്റ്. നിതീഷ് സഖാവിന്റെ കയ്യിൽ ഇതൊന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് സഖാവ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പറയുന്നത്. അതെ, മറ്റൊരാൾ പരാതിയുമായിട്ട് മീഡിയയുടെ മുമ്പിലോ സ്റ്റേഷനിലോ വന്നിട്ടില്ലല്ലോ. മീഡിയയുടെ മുമ്പിൽ വരൂല. അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇവിടുത്തെ 9 നേതാക്കന്മാര് ഇതിനകത്തുണ്ട്. 9 പേരുണ്ട്. 13 പേര് ഇതിലുണ്ട്. അപ്പം ഇത് വിഭാഗീയതയല്ലേ? അവരിറക്കിയ വാർത്താക്കുറിപ്പിലും കൃത്യമായിട്ട് പേര് എഴുതിയിട്ടുണ്ട്. ആഭ്യന്തരമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഉചിതമായിട്ടുള്ള കാര്യങ്ങള് ചെയ്യാം. അവരെ ഒന്നും പാർട്ടിയിൽ നിന്ന് അകറ്റാമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അവർ ഈ പാർട്ടിയുടെ ഒപ്പം നിൽക്കണമെന്നും അവരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന. ആർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് വെച്ചാൽ അവരെടുത്ത് ഞങ്ങളിത് പറയും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനിപ്പം പറഞ്ഞ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? ഇന്നലെയാണ് പാർട്ടി ഒരു സഖാവിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി പ്രോസസ് ചെയ്യുകയും അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ചും അയാൾ ഈ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്ന അവസരത്തില് പൊതുജനങ്ങളോട് മോശപ്പെട്ട രീതിയിൽ പബ്ലിക്കിനോട് പറയുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരെ തിരുത്താൻ പാർട്ടിക്കകത്ത് അതെ, പാർട്ടിക്കകത്ത് നടപടികൾ സ്വീകരിക്കും. പാർട്ടിക്കകത്ത് നടപടികൾ സ്വീകരിക്കുമ്പോൾ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ബഹുജന പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ.
ഇല്ല, ജനങ്ങളുടെ ഒരു സംശയം ഇതാണ്. കാരണം ഇവിടുത്തെ ദേശീയയിൽ മാത്രമല്ല 9ഓളം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ ഇരുന്നാണ് പ്രസ് മീറ്റ് നടത്തി പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ എല്ലാം രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഇത് ജനങ്ങളുടെ ഒരു സംശയമാണ്, ഞങ്ങളെ പത്രക്കാരുടെ സംശയമല്ല. നിങ്ങളെ വിഷമിക്കണ്ട, നമ്മളത് അവരുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാം. അവരോട് ബന്ധപ്പെട്ട് പരിഹരിക്കാം. ഇന്ന് രാവിലെ വരുന്ന വാർത്തകൾ CPM-ലേക്ക് 700 പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ CPM-ലേക്ക് പോകുന്നത്. അല്ല, അവര് പറയുന്നത് അതായത് പാർട്ടിയുടെ മുതിർന്ന നേതാവ് കണ്ണങ്കോട് സുധാകരൻ, പി പ്രതാപൻ തുടങ്ങിയ നേതാക്കളാണ് പാർട്ടി വിടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ കാര്യം ചോദിച്ചില്ല, ആൽത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു ആരോപണം വന്നല്ല, ഒരു ജോലി വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ് 20,000 രൂപ 20,000 രൂപ വാങ്ങി. അതെല്ലാം വാസ്തവ വിരുദ്ധമായിട്ടുള്ള അല്ല അങ്ങനെ ആ ഫോൺ സംഭാഷണം സഹിതം പുറത്തു വന്നു. കുട്ടി ഒരു കത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആ കുട്ടിയുടെ വോയിസ് വെളിയിൽ വന്നിട്ട്, വോയിസ് ആരുടെ വോയിസ്? ആ കുട്ടിയുടെ ആരുടെ ഫേക്ക് ആയിട്ടുള്ള വോയിസ് പാർട്ടിയെ ആക്ഷേപിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും ഈ ക്ലാസിന്റെ കാര്യത്തിൽ ഇവിടെയുള്ള 2 സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ടാകും, 2 ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുണ്ടാകും. ഇതെല്ലാം കൂടെ ചേർന്ന ഏത് സാമ്പത്തിക ഇടപാട് ഈ മണ്ഡലത്തിൽ എവിടെയും നടക്കും. അതാത് ലോക്കൽ കമ്മിറ്റിയിലുള്ള ചുമതലക്കാരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചേർന്ന് 1 രൂപയാണെങ്കിൽ മേടിക്കും. അപ്പൊ അല്ല, ശമ്പളം പോലും വാങ്ങിയിട്ടില്ല. ശമ്പളം വാങ്ങുന്നതിന്റെ തലേ ദിവസം പണയം വെച്ച് 20,000 രൂപ പണയം വെച്ച് ഉണ്ട്. അവരുടെ ഓഡിയോ സന്ദേശമുണ്ട്, അവരുടെ ഓഡിയോ ഉണ്ട്. അത് തന്നെ തലേ ദിവസം വന്ന് അങ്ങനെ ഒരു പരാതിയും ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായ ഏതെങ്കിലും തരത്തിലുള്ള വിനോദമോ അല്ലെങ്കിൽ സ്വത്ത് സമ്പാദനമോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏത് വ്യക്തികൾക്കും ആർക്കെതിരെ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പരാതി കൊടുക്കും. ആ പരാതി സത്യസന്ധമാണെങ്കിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചെങ്കറ സുരേന്ദ്രൻ ഇവിടുത്തെ MP ആയിരുന്നു. ആ ചെങ്കറ സുരേന്ദ്രനെതിരായി ഒരു സാമ്പത്തിക ആരോപണം നടത്തി കഴിഞ്ഞ് 2-3 മാസത്തിന് മുമ്പാണ് നടത്തി വന്നത്. ആ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പാണ്. ആ പരാതിയുടെ മെറിറ്റ് കൃത്യമായും അതിന്റെ ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ നടത്തി കൃത്യമായും ആ പരാതിക്കാരൻ തന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കാണ് പരാതി കൊടുത്തത്. അതിന്റെ അന്വേഷണത്തിൽ പരിപൂർണമായും ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിലപാട് സ്വീകരിച്ചു. പാർട്ടി ജില്ലാ കൗൺസിൽ അംഗമായ മുൻ MP ആയിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അംഗമായിരുന്ന സഖാവിനെതിരെ പാർട്ടി നിലപാട് സ്വീകരിച്ചു. പാർട്ടിക്ക് ഒരു ഭയത്തിന്റെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ആകുലതയുടെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ചാഞ്ചാട്ടത്തിന്റെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലും അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല ഈ പാർട്ടി. ആർക്കും പരാതി കൊടുക്കാം. ആ പരാതി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്ക് പരാതി കൊടുക്കാമല്ലോ. ഏതെങ്കിലും ഒരു പരാതി ഈ പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? പരാതിയില്ല. മീഡിയകളിൽ വാർത്ത ഉണ്ടായിരുന്നു, പത്രമാധ്യമങ്ങളിൽ വാർത്ത ഉണ്ടായിരുന്നു, വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ മീഡിയക്കെതിരെയും പത്രമാധ്യമങ്ങൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. അവരെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്ന കത്തന്റെ കയ്യിലുണ്ട്. അതൊക്കെ തരും. അവരെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതിയ കത്തുണ്ട്. അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ടോ? നിലവിൽ പരാതിയുണ്ടോ? അവർക്ക് പരാതി കൊടുക്കാനോ? നിങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നതിന് പിന്നെ പരാതി കൊടുക്കുവാനോ? അത് ജോലി കൊടുത്തു പറഞ്ഞല്ലേ നടപടി ഉണ്ടാവുകയും ചെയ്യും. CPI അങ്ങനെ പരാതിയില്ല. പരാതിക്കാർക്ക് ആർക്കും